Hi all, welcome to our Entri app. I am Dr. Adida Kuni. Today we are going to discuss VHSE exam question discussion. So let's discuss some questions. VHSE exam in the questions are the patterns, how to answer. We discuss. So here is the first question. Here rests his head upon the lap of the earth, a youth to fortune and to fame unknown. Identify the youth. ഈ ഒരു ലൈൻസിൽ പറയുന്ന യൂത്ത് എന്താണ് റെഫർ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രം തോമസ് ഗ്രേസ് എലജി. നമ്മളെ ആ ഒരു എലജിയിലെ തോമസ് ഗ്രേൻ്റെ എലജി റിട്ടൺ ഇൻ ദ കൺട്രി ചോച്ചിയാർഡ് എന്ന് പറഞ്ഞ പോമിലെ ലൈൻസാണിത്. സോ ഇതിൽ യൂത്ത് എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? എഡ്വേർഡ് യങ്ങിനെയാണോ, അല്ലെങ്കിൽ ദ ഡെഡ് യൂത്ത് ഓഫ് ദ വില്ലേജ് ഓഫ് സ്റ്റോക്ക് പോക്സ് ആണോ, തോമസ് ഗ്രേ ആണോ, റോബർട്ട് ബ്ലെയർ ആണോ? ഇവിടെ യൂത്ത് എന്നുദ്ദേശിക്കുന്നത് തോമസ് ഗ്രേനെ തന്നെയാണ് ഇവിടെ യൂത്ത് എന്നുദ്ദേശിക്കുന്നത് കേട്ടോ. ഹിയർ റെസ്റ്റ് ഹിസ് ഹെഡ് അപ്പോൺ ദി ലാപ്പ് ഓഫ് എർത്ത്, എ യൂത്ത് ടു ഫോർച്യൂൺ ആൻഡ് ടു ഫെയിം അൺനോൺ. തോമസ് ഗ്രേ, ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. VHSEയുടെ ഈ ഒരു സിലബസ് വെച്ചിട്ട് തന്നെയായിരുന്നു HSSTയുടെ എക്സാംസും നടന്നത്. ആ ഒരു എക്സാമിൽ ഈ യൂത്ത് തോമസ് ഗ്രേയുടെ ഗ്രേവ്യാർഡ് പോയട്രിയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഗ്ലോറി ടു ബി ഗോഡ് ഫോർ ഡാപ്പിൾ തിങ്സ് ഫോർ സ്കൈസ് ഓഫ് കപ്പിൾ കളർ ആസ് എ ബ്രിൻഡഡ് കൗ. ദീസ് ആർ ദി ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദി പോം. ഇത് ഏത് പോയത്തിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് ആണ്? ദ വിൻഡോവർ, ദ റെക്ക് ഓഫ് ഡ്യൂഷ്ലാൻഡ്, ദ പൈഡ് ബ്യൂട്ടി, ഗോഡ്സ് ഗ്രാൻഡ്യൂർ. ദ റൈറ്റ് ആൻസർ ഈസ് പൈഡ് ബ്യൂട്ടി. പൈഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ വർക്കിന് കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഹോപ്കിൻസിൻ്റെ ആണ്. ദെൻ സ്പ്രങ് റിതം യൂസ് ചെയ്തിട്ടുള്ളതാണ്. സ്പ്രങ് റിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ നമ്മളുടെ ഈ ഒരു സിലബസ് വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പല പോംസിൻ്റെയും ഓപ്പണിംഗ് ലൈൻസ് അതേപോലെ ക്ലോസിംഗ് ലൈൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു പൈഡ് ബ്യൂട്ടിയുടെ ഓപ്പണിംഗ് ലൈൻസാണ് ഈ തന്നിരിക്കുന്നത്. സോ വൈൽ യു ആർ ലേണിംഗ് യു മസ്റ്റ് ബി തറോ വിത്ത് ദി ഓപ്പണിംഗ് ലൈൻസ് ആൻഡ് ദി ക്ലോസിംഗ് ലൈൻസ് ഓഫ് ദി പോം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ അതും ഓർത്തിരിക്കണം. ബട്ട് ഓപ്പണിംഗ് ലൈൻസിൻ്റെയും അതേപോലെ തന്നെ ക്ലോസിംഗ് ലൈൻസിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ പോമിൻ്റെയും ഓപ്പണിംഗ് ലൈൻ ആൻഡ് ക്ലോസിംഗ് ലൈൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റെഫറൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് നമ്മളുടെ VHSE എക്സാമെങ്കിൽ കുറേയധികം ഇങ്ങനെ ഓപ്പണിംഗ് ലൈൻ ക്വസ്റ്റ്യൻസ്, ക്ലോസിംഗ് ലൈൻ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മുഴുവൻ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ യു ക്യാൻ ടേക്ക് ഡൗൺ ദി ഓപ്പണിംഗ് ലൈൻസ് ആൻഡ് ദി കൺക്ലൂഡിങ് ലൈൻസ്. നമ്മളെ എൻട്രി ആപ്പിലെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പോംസിലൊക്കെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ടേക്ക് ഡൗൺ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. Can't this man with nimble fingertips unlash nothing more alive than the skin's lazy hungers? These lines are taken from the poem Dash by Kamala Das. The Invitation, The Sunshine Cat, The Looking Glass, The Freaks. So ഈ ഒരു ലൈൻസ് എടുത്തിട്ടുള്ളത് ഫ്രീക്സ് എന്ന് പറഞ്ഞ പോമിലാണ്. സോ നമ്മളുടെ ഇതിൻ്റെ ക്ലാസ്സിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്തിരുന്നു ഈ ലൈൻസൊക്കെ. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്രീക്സ് എന്ന് പറഞ്ഞ പോമിലാണ് കമലാദാസ് ഇങ്ങനൊരു ലൈൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആളുടെ അൺസാറ്റിസ്ഫൈഡ് റിലേഷൻഷിപ്പ്, പാർട്ട്ണറിനുമായിട്ടുള്ള ആ ഒരു അൺസാറ്റിസ്ഫൈഡ് റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യുന്ന പോമാണ് ഫ്രീക്സ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് among the following entries are made by the poet to the world outside in the poem Canonization? സോ നമ്മളെ സിലബസിലുള്ളൊരു പോമാണ് കാനനൈസേഷൻ. ഡണ്ണിൻ്റെ കുറേയധികം ക്വസ്റ്റ്യൻസ് എപ്പോഴും കാനനൈസേഷൻ ഡണ്ണിൻ്റെ പോംസിൽ നിന്ന് വരാറുണ്ട്. മെറ്റാഫിസിക്കൽ പോയട്രി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ടു ഹോൾഡ് ദെയർ ടങ്സ് ആൻഡ് ലെറ്റ് ദം ലവ്, ടു എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് എൻഡേവേഴ്സ്,
to memorize the Lovers' inverses, then to chide his palsy and gout. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, കാനണൈസേഷൻ എന്ന പോമിൽ പോയറ്റ് ദ ഔട്ട്സൈഡ് വേൾഡിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ 4 കാര്യങ്ങളും നമ്മുടെ പോമിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. ബട്ട് ഔട്ട്സൈഡ് വേൾഡിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ദ ഫസ്റ്റ് 2 ഓപ്ഷൻസ് ആർ ദി റൈറ്റ്, അതായത് 1 and 2 ആണ് റൈറ്റ് ആൻസർ. ടു ഹോൾഡ് ദെയർ ടങ്സ് ആൻഡ് ലെറ്റ് ദം ലവ്. സോ ആ ഒരു ഓപ്പണിംഗ് ലൈൻ തന്നെ എങ്ങനെയാണ്, ഗോഡ് സേക്ക് പ്ലീസ് ഹോൾഡ് ഓൺ യുവർ ടങ് ആൻഡ് ലെറ്റ് ദം ലവ്, അതൊരു പോയിൻ്റാണ്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ, ടു എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് എൻഡവേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാനണൈസേഷൻ നമ്മൾ ഡിഗ്രി മുതൽ പഠിക്കുന്ന പോമാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ടു ദ പോയിൻ്റ് ആയിട്ട് നമുക്കത് ആൻസർ കിട്ടണം. ഈ 4 കാര്യങ്ങളും പോയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് നമ്മളെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി. കറക്റ്റായിട്ട് അത് തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. ജസ്റ്റ് സമ്മറി മാത്രം വായിച്ചുകൊണ്ട് കാര്യമില്ല. യു മസ്റ്റ് ഹാവ് എ ക്രിട്ടിക്കൽ തിങ്കിങ് മെൻറ്റാലിറ്റി ഓൾസോ. Then 5th question, which of these statements regarding the essay of truth by Francis Bacon is or are correct? നമ്മുടെ ആപ്പിലെ ബേക്കൻ്റെ ക്ലാസ്സിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, ബേക്കൻ്റെ എസ്സേയുടെ പ്രത്യേകത തന്നെ അതിൻ്റെ ബ്രീവിറ്റിയാണ്, ബ്രീഫാണ്, ബട്ട് എല്ലാം ഭയങ്കര ഫാക്ട്സ് നിറഞ്ഞിട്ടുള്ള ഒരു എസ്സേസ് ആണ് ബേക്കൻ്റെ. അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ നമ്മുടെ ആപ്പിൽ. സോ അവർക്ക് ആ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ട്രൂത്ത് ഈസ് ദ സോവറിൻ ഗുഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ, അങ്ങനെ ആ എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. ദെൻ എ മിക്സ്ചർ ഓഫ് ലൈ ഡോത്ത് ആഡ് പ്ലഷർ. ട്രൂത്തിൻ്റെ കൂടെ ഒരു ലൈ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്ലഷർ ആഡ് ചെയ്യും. ദാറ്റ് വൺ ഈസ് ഓൾസോ കറക്റ്റ്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് ഹെവൻ അപ്പോൺ എർത്ത് ടു ഹാവ് എ മാൻസ് മൈൻഡ് ടേൺ അപ്പോൺ ദി പോൾസ് ഓഫ് ഫാൾസ്ഹുഡ്. ഇത് ശരിയാണോ തെറ്റാണോ? എസ്സേ ജസ്റ്റ് ഒരു 1 ടൈം വായിച്ച ആളാണെങ്കിൽ ഇത് ശരിയാണെന്ന് പറയും. കാരണം നമ്മളെ എസ്സേയിൽ ഇത്രയും അത് കറക്റ്റാണ്. ഇങ്ങനൊരു ലൈൻ ഉണ്ട്, ഇറ്റ് ഈസ് ഹെവൻ അപ്പോൺ എർത്ത് ടു ഹാവ് എ മാൻസ് മൈൻഡ് ടേൺ അപ്പോൺ ദി പോൾസ് ഓഫ് വരെ ശരിയാണ്. ബട്ട് എസ്സേയിൽ ഫാൾസ്ഹുഡ് അല്ല, ട്രൂത്താണ്. ഫാൾസ്ഹുഡ് തെറ്റാണ്. അപ്പോൾ നമ്മൾ തറോ നോളേജ് ഇല്ലാത്ത ആൾ വിചാരിക്കും അയ്യോ ഈ ലൈൻ ഉണ്ടല്ലോ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ എന്ന്. ബട്ട് പോൾസ് ഓഫ് ട്രൂത്ത് എന്നാണ് ആക്ച്വൽ എസ്സേയിൽ കൊടുത്തിരിക്കുന്നത്, നമുക്കിവിടെ ഫാൾസ്ഹുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ജസ്റ്റ് സമ്മറി വായിച്ചു പോയിട്ട് ശരിയാവില്ല. ഈ ബേക്കൻ്റെ എസ്സേ ഇതൊക്കെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. അതിലത്തെ ഓരോ ലൈനും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ ഒരു വേർഡ് മാത്രമാണ് മാറിയിട്ടുള്ളൂ, ഫുൾ ടോട്ടൽ മീനിങ് മാറും. ബട്ട് ജസ്റ്റ് ഒരു പെരിഫറൽ റീഡിങ്ങുമായിട്ട് പോയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റില്ല. ദെൻ മിക്സ്ചർ ഓഫ് ഫാൾസ്ഹുഡ് ഈസ് ലൈക്ക് അലോയ് ഇൻ കോയിൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. സോ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേയിൽ ഓഫ് ട്രൂത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1, 2 and 4. ഈ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് പോയിൻ്റ് ആർ കറക്റ്റ്. തേർഡ് പോയിൻ്റ് റോങ് ആണ്. കാരണം ഒറിജിനൽ എസ്സേയിൽ ഈ ഫാൾസ്ഹുഡിന് പകരം ഇവിടെ ട്രൂത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഡീറ്റെയിൽഡ് സ്റ്റഡി വളരെയധികം അത്യാവശ്യമാണ്. ജസ്റ്റ് ഒരു പെരിഫറൽ നോളേജ് വെച്ച് എഴുതാൻ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് വരുന്നത്. ദെൻ 6th one, which of the following are correctly matched with regard to the description of characters in the prologue to the Canterbury Tales? Another important work. ഏതൊരു എക്സാമിനായാലും ചൗസറിൻ്റെ കാൻറ്റർബറി ടെയിലിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ കാൻറ്റർബറി ടെയിൽസിലെ ടോട്ടൽ പിൽഗ്രിംസിൻ്റെ നമ്പർ, ദെൻ ടെബാഡിൻ, അങ്ങനത്തെ അവരുടെ സ്റ്റോറീസിൻ്റെ എണ്ണം, അങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് തറുവായിരിക്കണം. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ള സ്പെഷ്യാലിറ്റീസ് നമുക്ക് മനസ്സിലാക്കണം.
എത്ര ടോട്ടൽ പിലിഗ്രിംസ് ഉണ്ടായിരുന്നു? 31 ആണ്. ചോസർ പറയുന്നത് 29 എന്നാണ്. ടോട്ടൽ 31 ആയത് ഹോസ്റ്റും നറേറ്ററും, ഈ പോയതിൻ്റെ നറേറ്ററും ഹോസ്റ്റും കൂടിയിട്ടാണ് ടോട്ടൽ 31 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിൽഗ്രിംസ് 29 ആണ്. 29 പ്ലസ് നറേറ്റർ പ്ലസ് ഹോസ്റ്റ് ആണ് കൗണ്ട് 31 എന്ന് നമ്മൾ പറയുന്നത്. യു മസ്റ്റ് ബി ക്ലിയർ വിത്ത് ദാറ്റ്. സോ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. നൈറ്റിൻ്റെ ക്യാരക്ടർ എന്താണ്? The right one is participated in the crusades. So നൈറ്റിൻ്റെ ഒരു ഫീച്ചറാണ് ഇത്, participated in the crusades. Then the second one, the partner, ആളുടെ സ്പെഷ്യാലിറ്റി ഇതാണ്, he carries a bag full of fake relics. Then the third, പ്രയറസിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ടേബിൾ മാനേഴ്സൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. സോ പ്രയറസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. ദെൻ ദ വൈഫ് ഓഫ് ബാത്ത് മെയ്ഡ് പിൽഗ്രിമേജസ് ടു ജെറുസലേം. പിന്നെ കുറേ മാരേജസ് ഒക്കെ ആൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. സോ കാൻറ്റർബറി ടെയിൽസിലെ ഈ പിലിഗ്രിംസിൻ്റെ എല്ലാവരുടെയും സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിച്ചിരിക്കണം. അത് തറവായിരിക്കണം. വെച്ചാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ നമുക്ക് ഷുവറായിട്ടുള്ള ഭാഗത്തു നിന്നുള്ളത് നമ്മൾ അത്രയും തറവായിട്ട് തന്നെ പഠിക്കണം. ദെൻ ദിസ് വൺ ഈസ് ദ ആൻസർ. ദെൻ 7th question, on the top of which section of the manuscripts of the wasteland did Ezra Pound write okay from here on I think? കഴിഞ്ഞ പ്രാവശ്യത്തെ HSST നമ്മൾ ഈ സെയിം സിലബസിൽ നടത്തിയ HSST എക്സാമിലെ ഒരു ക്വസ്റ്റ്യനാണിത്. കുട്ടികളെ വളരെയധികം ഉത്തരത്തിൽ കുറച്ച് കഷ്ടപ്പെടുത്തിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം വേസ്റ്റ് ലാൻഡിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൽ എസ്ര പൗണ്ടാണ് വേസ്റ്റ് ലാൻഡ് എഡിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എസ്ര പൗണ്ട് ആ ഒരു മാനുസ്ക്രിപ്റ്റിൽ, പ്രിൻറ്റഡ് വന്നതല്ല, മാനുസ്ക്രിപ്റ്റിൽ ഏത് സെഷൻ്റെ മേലെയാണ് ഓക്കെ ഫ്രം ഹിയർ ഓൺ ഐ തിങ്ക് എന്ന് എഴുതിയിട്ടുള്ളത്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എക്സാമിൽ ഡിഫിക്കൽട്ട് ലെവൽ വളരെയധികമുള്ള ക്വസ്റ്റ്യൻസ് വരും. ബട്ട് ഡോണ്ട് ബി ടെൻസ്ഡ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് അധികം ടെൻസ്ഡ് ആവണ്ട. ദർ ആർ അതർ ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് ആൻസർ ചെയ്യുക. ഒരു ആൻസർ ഭയങ്കര ടഫായി, ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടിയും അതിൻ്റെ ഹാങ് ഓവറിൽ നമ്മൾ നശിപ്പിക്കരുത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഈ ക്വസ്റ്റ്യന് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വേസ്റ്റ് ലാൻഡിൽ നിന്ന് എത്ര അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ബട്ട് എസ്ര പൗണ്ട് എഡിറ്റ് ചെയ്തപ്പോൾ എഴുതിയൊരു സെൻറ്റൻസ് വെച്ചിട്ടാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ വരണമെന്നില്ല. ബട്ട് അങ്ങനെ വന്നാലും നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ദെൻ അത് വാട്ട് ദ തണ്ടർ സെഡ് എന്ന് പറഞ്ഞ സെഷൻ്റെ മേലെയാണ് എസ്ര പൗണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയത്. ദെൻ 8th question, the graves a fine and private place but none I think do the embrace. Identify the poem. ഏത് പോമിലാണ് ഈ ഒരു ലൈൻ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, അതേപോലെ ഒരു പോമിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ്, ഇതിൽ നിന്നെല്ലാം കുറേ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 or 4 അല്ലെങ്കിൽ അതിൻ്റെ എബവ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ പോമിൽ നിന്നുള്ള ഡിറക്റ്റ് ലൈൻസ് വെച്ചിട്ട് ഏത് പോമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോംസ് പഠിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ സമ്മറി വായിച്ച് പോകരുത്. എല്ലാ പോമിൻ്റെയും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിക്കണം. ലൈൻ ബൈ ലൈൻ അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ലൈൻസും നോക്കി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സമ്മറി കൊണ്ട് നമുക്കിതൊന്നും ഈ എക്സാംസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾ ഇനി അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യരുത്. ദെൻ ഇത് ആൻഡ്രൂ മാവൽസിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന പോമിലെ ഒരു ലൈനാണ്. The graves a fine and private place but none I think to do their embrace എന്ന് പറയുന്നത് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറഞ്ഞ വർക്കിലെയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണത്. ദെൻ 9th question, given below are few statements about William Shakespeare and his legacy.
ഇത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. വില്യം ഷേക്സ്പിയറിനെ കുറിച്ചുള്ളൊരു 4 പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റൈറ്റ് ഏതാ റോങ് ഏതാന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹെൻറി VIII വാസ് ദ play in progress while the Globe Theatre burned down in 1613. Then second one, Shakespeare left an amount of 28 shillings and 8 pence in his will, each for his actor friends Richard Burbage, John Hemmings and Henry Contell. ഈ ഒരു പോയിന്റ് ശരിയാണോ ഇല്ലയോ എന്നാണ്. Then third one, Astor Place riot in Manhattan, US, in which more than 20 lost their lives and hundreds left wounded, was an outgrowth of rivalry between two celebrated Shakespearean actors, Edwin Forrest, William Charles Macready. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വർക്ക്, ഒരു പ്ലേനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല ഇത്. ആളുടെ ലൈഫിലും ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ളൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഷേക്സ്പിയറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആളുടെ ആ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു നടന്ന കാര്യങ്ങൾ, ആ ഒരു ഇതൊക്കെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ വായിക്കണം. നമ്മൾ വെറുതെ ഒരു പ്ലേ ഉള്ളോ, നമുക്ക് ഹാംലെറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഇന്നൊരു പ്ലേ മാത്രമേ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പ്ലേസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ പ്ലേസ് മാത്രം എടുത്തിട്ട് പഠിച്ചാൽ പോരാ. ആ ഓതറിൻ്റെ ആ ടൈമിലെ ആളുടെ ബയോഗ്രഫി, അതേപോലെ ആളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. Then fourth point is F.S. Bose in his 1896 book Shakespeare and his predecessors used the term problem plays, including the 4 plays of Shakespeare, All is Well That Ends Well, Measure for Measure, Troilus and Cressida and Hamlet. ഇത് 4 പ്രോബ്ലം പ്ലേസ് ആയിട്ട് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാണോ? ദാറ്റ്സ് കറക്റ്റ്, അത് കറക്റ്റാണ്. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് 1, 3 and 4. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ശരിയാണ്, തേർഡ് ശരിയാണ്, ഫോർത്ത് പോയിൻ്റാണ് തെറ്റാണ്. അപ്പം നമുക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും തീരെ ഐഡിയ ഇല്ല, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ആൻസർ ഗസ് വർക്ക് ചെയ്യാനേ നിവർത്തിയുള്ളൂ, വേറെ ഒന്നും അറിയണില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ഗസ് വർക്ക് കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ. അതായത് ഞാൻ ഗസ് വർക്ക് ചെയ്യാണ്, വെറുതെ ഒരു വൈൽഡ് ഗസ് ചെയ്യുന്നതിനും പകരം കുറച്ചും കൂടിയും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗസ് വർക്ക് ശരിയാവാനുള്ള ചാൻസ് നമുക്ക് ഉയർത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ഒക്കെ അറിയാം, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും വിവരമില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഒരു ബേസിക് നോളേജ് വേണം, അല്ലാതെ വർക്കാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസിൽ തീരെ ചാൻസ് ഇല്ലാത്ത 2 ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. തീരെ ചാൻസ് ഇല്ലാത്ത 2 ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന 2 ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ ഒരെണ്ണം നമുക്ക് ഗസ് വർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഗസ് വർക്ക് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, ബട്ട് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെയാണ് സ്മാർട്ട് ഗസ് വർക്ക് എന്ന് പറയുക. അപ്പോൾ ഇനി എപ്പോഴും ഗസ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഒരാളും ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല, ബട്ട് ഗസ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്മാർട്ട് ഗസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്, അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും. ദെൻ 10th question. In the novel Utopia by Thomas More, the narrator speaks of a stranger who seemed past the flower of his age. His face was tanned, he had a long beard, and his cloak was hanging carelessly about him, so that by his looks and habits I concluded that he was a seaman. അപ്പോൾ നമുക്കൊരു നോവലിലെ ഇപ്പോൾ നമ്മളൊരു എക്സാമിന് ഒരു സ്റ്റോറി അല്ലെങ്കിൽ നോവൽ മുഴുവൻ ഇരുന്ന് വായിച്ച് എല്ലാ ലൈൻസും തറവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ബട്ട് നമുക്ക് ഈ ഒരു യൂട്ടോപ്യ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അതിൽ ഓരോ ക്യാരക്ടർ ലിസ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സീമൻ എന്ന് പറഞ്ഞൊരു സീമൻ ആരാണ് എന്നുള്ളൊരു ക്യാരക്ടർ ഏതാണെന്ന് നമുക്ക് ആ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് വായിച്ചിട്ടില്ലെങ്കിലും ഈ സീമൻ എന്ന് പറഞ്ഞ വേർഡ് വെച്ചിട്ട് ഇതേത് ക്യാരക്ടറാണ് എന്ന് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഹിറ്റ്ലഡേ, റാഫേൽ ഹിറ്റ്ലഡേ ആണ് എന്നുള്ളത് ഈ ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക്
ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവരെല്ലാവരും അതിലത്തെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ബട്ട് സീമൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹിറ്റ്ലറുടെ. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദി ക്യാരക്ടർ ഈസിലി. ദെൻ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? നമ്മൾ ഒരു വർക്കിൻ്റെ ഇപ്പം യൂട്ടോപ്യ ഒരു ഇത് പഠിക്കുകയാണെങ്കിൽ യു മസ്റ്റ് ഹാവ് എ തറോ നോളേജ് അബൌട്ട് ദി ക്യാരക്ടർ ലിസ്റ്റ്. ദെൻ ഡീറ്റെയിൽഡ് സമ്മറി വേണം. ദെൻ അതിൻ്റെ സിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സിമ്പിൾസൊക്കെ കുറിച്ചിട്ടുള്ളൊരു അറിവ് വേണം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യണം? ഒരിക്കലും ഞാൻ പറഞ്ഞ പോയിൻ്റ് വീണ്ടും പറയാണ്, ജസ്റ്റ് ഒരു സമ്മറി മാത്രം വായിച്ചു പോവരുത്. നമ്മൾക്ക് ഫുൾ നോവൽസ് ഒന്നും വായിക്കാൻ പറ്റില്ല എപ്പോഴും. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി വായിക്കുക, ക്യാരക്ടർ ലിസ്റ്റ് പഠിക്കുക, സിമ്പിൾസ് പഠിക്കുക. അതിലത്തെ വേറെ ലിറ്റററി ടെക്നിക്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ചില ഇതിനാണെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതായത് അല്ലെങ്കിൽ മാജിക് റിയലിസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ പഠിച്ചു കഴിഞ്ഞിട്ട് യു മസ്റ്റ് ക്രിയേറ്റ് എ മെൻ്റൽ പിക്ചർ, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കുക. ഓക്കെ, ഈ നോവലിൻ്റെ ആ ടൈമിൽ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതായിരുന്നു, അപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സോ ഇതിലത്തെ മെയിൻ പോയിൻറ്റ്സ് ഇതാണ് എന്നുള്ളൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അസേഷൻ, റീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതണമെങ്കിൽ യു മസ്റ്റ് യൂസ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ്. ദെൻ 11th question. And fare thee wheel, my only love, and fare thee wheel a while, and I will come again, my love, though it were 10,000 mile. These are the closing lines of the poem Red Red Rose. Red Red Rose എന്ന് പറഞ്ഞ പോമിൻ്റെ ക്ലോസിങ് ലൈൻസ് ആണ്. നമ്മൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കണ്ടു, ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും. നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം വന്നിരുന്നു പോയത്തിൽ നിന്ന്, പല പോംസിൽ നിന്നും അതിൻ്റെ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ റെഡ് 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 റോസ് എന്നുള്ള പോയത്തിൻ്റെ ക്ലോസിംഗ് ലൈൻസ് ആണിത്. So while you are learning, you must be thorough with the opening lines, important lines, and the closing lines of the poem. Then 12th one. Which among the following statements about Coleridge and his poem Kubla Khan is or are not true? This one is also problematic one. കാരണം നമ്മളെപ്പോഴും ആ ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ നോട്ട് എന്ന് പറഞ്ഞ വേർഡ് ചിലപ്പോൾ വായിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലങ്ങനെ പോവില്ല. അപ്പം ചിലതെല്ലാം ട്രൂ എന്നുള്ളതായിരിക്കാം, ചിലത് നോട്ട് ട്രൂ ആയിരിക്കാം. അപ്പം നമ്മൾ ആ ഒരു മനസ്സിൽ ട്രൂ ആണെന്നുള്ളൊരു രീതിയിലാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ ആൻസർ എല്ലാം തെറ്റും. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ കുബ്ല ഖാനെ കുറിച്ചിട്ടുള്ളതിൽ പോയിൻറ്റ്സിൽ നോട്ട് ട്രൂ, ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അവർ ഒരിക്കലും ഫാൾസ് എന്നല്ല എഴുതുക, നോട്ട് ട്രൂ ഓർ ട്രൂ എന്നാണ് പറയുക. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ദ ഫസ്റ്റ് പോയിൻറ്റ്, Coleridge composed the poem Kubla Khan while he was retiring in a farmhouse near Kalba, Somersetshire. So that point is right one. Appa not true alla, it's true. Then he wrote under the influence of laudanum and opiate. Namukku ariyam drug induced ആയിട്ട് എഴുതിയതാണ് ആൾ. Then third point, there is a reference to Abyssinian maid singing of Mount Tabor in her Dulcimer. അതും നമുക്കറിയാം, കറക്റ്റാണ്. Then the fourth point, the speaker of the poem speaks about the sacred river Alf which can run through caverns measureless to man. So അതും കറക്റ്റാണ്. അപ്പോൾ the option is none of the above ആണ് റൈറ്റ് ആൻസർ. എന്നുവെച്ചാൽ ഈ പറഞ്ഞ 4 ആൻസേഴ്സും ട്രൂ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. So the right answer is none of the above. So while reading a question like this, your presence of mind is very important. Then only you can make the answers correct. Otherwise, the chances of making mistakes are high. Then 13th question. My Fair Lady, the American musical film released in 1964, was an adaptation of the play Dash by G.B. Shaw. ബെർണാഡ് ഷോൻ്റെ ഏത് പ്ലേനെ ബേസ് ചെയ്തിട്ടാണ് മൈ ഫെയർ ലേഡി എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്നത്?
The right answer is Pygmalion. Pygmalion play base ചെയ്തിട്ടാണ് My Fair Lady എന്ന് പറഞ്ഞ ആ ഒരു ഫിലിം ഉണ്ടാക്കിയിരുന്നത്. സോ വൈൽ യു ആർ ലേണിംഗ് എ വർക്ക്, ഒരു പ്ലേ ആയാലും നോവലായാലും ഷോർട്ട്സ് എന്ത് ഇതായാലും പഠിക്കുമ്പോൾ അതിന് വല്ല ഫിലിം അഡാപ്റ്റേഷൻ ഉണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. കാരണം നമുക്ക് പിഗ്മാലിയൻ നമ്മളെ സിലബസിലുണ്ട്, ബട്ട് ഈ ഒരു മൈ ഫെയർ ലേഡീനെ കുറിച്ചിട്ട് വേറെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ പിഗ്മാലിയൻ നമ്മളെ സിലബസിലുണ്ടെങ്കിൽ യു മസ്റ്റ് ലേൺ അബൌട്ട് ദ ഫിലിം അഡാപ്റ്റേഷൻസ് ഓൾസോ. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഇതിനൊക്കെ ഫിലിം അഡാപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ടൈറ്റിൽ ഓൾസോ. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രം നമ്മൾ ഒരു ലൂപ്പ് ഹോൾസ് പോലും വിടരുത്. എല്ലാം നമ്മൾ കവർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെയൊക്കെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തലോടി പഠിച്ചാലൊന്നും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തറവായിട്ട് ഒരു ടീച്ചർ പ്രൊഫഷനിലേക്ക് ഉറപ്പായിട്ടും കയറണം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിന് പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മളെ എൻട്രി നമ്മുടെ കൂടെ ഉണ്ട്. തറവായിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് അതേപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഗവൺമെൻറ് ജോബ് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ 14th question. Who among the following novelists described his or her own novels as pictures of domestic life in country villages? സോ ആളുടെ ഏത് നോവലിസ്റ്റാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആളുടെ നോവൽസിനെ കുറിച്ചിട്ട്? പിക്ചേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ലൈഫ് ഇൻ കൺട്രി വില്ലേജസ്. ചാൾസ് ഡിക്കൻസ്, എമിലി ബ്രോണ്ടി, ജെയിൻ ഓസ്റ്റിൻ, തോമസ് ഹാർഡി. ദ റൈറ്റ് ആൻസർ ഈസ് ജെയിൻ ഓസ്റ്റിൻ. പലർക്കും പല സ്റ്റുഡൻസിനും ഒരു ഡൗട്ട് വരും, ഇപ്പോൾ ജെയിൻ ഓസ്റ്റിൻ്റെ ഒരു നോവൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോവൽ പഠിച്ചാൽ പോരെ, ജെയിൻ ഓസ്റ്റിനെ കുറിച്ച് പഠിക്കണോ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആളുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നേ വേണം. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ വർക്ക് എഴുതിയ ഓഥറിനെ കുറിച്ചും പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ 15th question. Which of the following statements regarding Dryden's mock heroic poem Mac Fleckno is or are correct? മാക് ഫ്ലെക്നോ മോക്ക് ഹീറോയിക് പോം ഡ്രൈഡൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഷാഡ്വെലിനെ അത്രയും ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ റീഡ് ദി ഓപ്ഷൻസ്. യു മസ്റ്റ് റീഡ് ഇറ്റ് കെയർഫുള്ളി. The target of this letter is Richard Fleckno, the prolific untalented writer. This one is wrong. എന്തുകൊണ്ടാണ് ഇത് റോങ് എന്ന് പറയാൻ കാരണം ദ ടാർഗറ്റ് ഓഫ് ദിസ് സെറ്റർ ഈസ് റിച്ചാർഡ് ഫ്ലെക്നോ അല്ല, ഷാഡ്വെൽ ആണ് ഇവരെ ടാർഗറ്റ്. റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. റിച്ചാർഡ് ഫ്ലെക്നോൻ്റെ മകനായിട്ടാണ് ഷാഡ്വെൽ വരുന്നത്. റിച്ചാർഡ് ഫ്ലെക്നോനെ മോശമായി പറയുന്നുണ്ടെങ്കിലും മെയിനായിട്ട് സെറ്ററൈസ് ചെയ്യുന്നത് റിച്ചാർഡ് ഫ്ലെക്നോനെയല്ല ഷാഡ്വെലിനെയാണ്. നമ്മൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ഇത് പോയിന്റ് കറക്റ്റ് അല്ലേ എന്ന് തോന്നിപ്പോവും. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ദെൻ ദ സെക്കൻഡ് വൺ, ദ ഫ്രേസ് ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് ഇൻ ദ സബ് ടൈറ്റിൽ ഓഫ് ദ പോം ഹിൻസ് അറ്റ് ദ വിഗ്സം ഓഫ് വിഗ് ആൻഡ് ടോറി പാർട്ടി ഉണ്ടല്ലോ, തോമസ് ഷാഡ്വെലിൻ്റെ ആ ഒരു വിഗ് പാർട്ടി ആളുടെ ആ ഒരു ഫേവറേറ്റിസമാണ് കാണിക്കുന്നത്. ദാറ്റ് പോയിന്റ് ഈസ് റൈറ്റ്. ദെൻ തേർഡ് വൺ, ഡ്രൈഡൻ പ്രസൻസ് the playwright Shadwell and as the son and the successor of the Richard Fleckno. That point is also correct. ഈ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയിന്റ്സിൽ ട്രൂ ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും ഡിവോട്ടഡ് ആയിട്ടുള്ള ആ ഒരു ഫോളോവർ ആണ് വിഗ് പാർട്ടിയുടെ എന്നാണ്. ദെൻ ഫോർത്ത് പോയിന്റ്, ദ പോം abounds in literary allusions to Roman legend and history, Aeneid, Paradise Lost and Bible. It's a mock heroic poem. mock epic ആണിത്. അതുകൊണ്ട് പാരഡൈസ് ലോസ്റ്റിൻ്റെയും ബൈബിളിൻ്റെയും അതിൻ്റെയൊക്കെ ആ ഒരു എല്യൂഷൻസ് വരുന്നുണ്ട്. സോ ദാറ്റ് പോയിന്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2, 3 and 4. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും തെറ്റ് ചാൻസ് ഉള്ളത് ഫസ്റ്റ് ഓപ്ഷനിലാണ്. നമ്മുടെ റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഈ എയോ സിയോ ഒക്കെ
ആക്കാൻ നമ്മൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ യു മസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ദെൻ 16th question. The lucid but eddying and pointless dialogue is often funny and pratfalls and other modes of slapstick are used to project the alienation and tragic anguish of human existence. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ട്രാജിക് ആംഗ്വിഷ്, ദെൻ എലിനേഷൻ, ഇങ്ങനത്തെ വേർഡ്സ് അതൊക്കെയാണ് ഇതിലത്തെ കീ വേർഡ്സ്. അതൊന്നും ആലോചിക്കുക. ദെൻ അബൌട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ് ഡസ് M.H. Abrahams മേക്ക് ദിസ് ഒബ്സർവേഷൻ? ഏത് വർക്കിനെ കുറിച്ചിട്ടായിരിക്കും M.H. Abrahams? M.H. Abraham കുറേയധികം വർക്ക്സിനെ കുറിച്ച് ക്രിട്ടിക്കൽ കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വർക്കിനെ കുറിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? Harold Pinter's birthday party, Tom Stoppard's Rosencrantz and Guildenstern are dead. Then Edward Albee's Who is Afraid of Virginia Woolf. Then D. Samuel Beckett's Waiting for Godot. So Waiting for Godotനെ കുറിച്ചിട്ടാണ് M.H. Abrahams ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഇൻ്റർനെറ്റ് വിൽ ഹെൽപ്പ് us. കാരണം ഒരേ വർക്കിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ്സ് ഏതൊക്കെയാണ്, ദ ക്രിട്ടിക്കൽ കമൻറ്റ്സ് അബൌട്ട് ദിസ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓരോ ക്രിട്ടിക്സും പറഞ്ഞ കമൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ അങ്ങനെ M.H. Abrahams കുറേ വർക്ക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ആൻസേഴ്സ് നമുക്ക് ഈസിലി കിട്ടും. Then 17th question, another problematic one. നമ്മളെ കുഴപ്പിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് അസേർഷൻസ് ആൻഡ് റീസൺ. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെയധികം അത്യാവശ്യമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യന്. സോ അസേർഷൻ എന്ന് പറയുന്നത് എ കൊടുത്തിരിക്കുന്നത്. The poem The Thought Fox is about the animal fox and also about the process of poetic composition. അപ്പോൾ അവരുടെ അസേർഷൻ ഇതാണ്. തോട്ട് ഫോക്സ് എന്ന് പറഞ്ഞ പോം എന്തിനെ കുറിച്ചിട്ടാണ്? ഫോക്സിനെ കുറിച്ചും അതേപോലെ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്, ആ പോയറ്റിക് കമ്പോസിഷനെ കുറിച്ചിട്ടൊക്കെയാണ് എന്നുള്ളതാണ് അസേർഷൻ. ഇനി റീസൺ. ഇൻ ദി പോം ദ ഫോക്സ് ഫങ്ഷൻസ് ആസ് എ മെറ്റഫർ ഓഫ് പോയറ്റിക് ക്രിയേഷൻ. സോ പോയറ്റിക് ക്രിയേഷൻ്റെ ഒരു മെറ്റഫർ ആയിട്ടാണ് ഈ ഫോക്സ് ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ആൻസർ? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ഈ എയും ആറും കറക്റ്റാണ്. അതുപോലെ തന്നെ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഈ റീസൺ ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് എ. ഇത് കുറച്ച് സിമ്പിളാണ്, പക്ഷേ ഇതിലും ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ തോട്ട് ഫോക്സ് ഒക്കെ പഠിക്കുമ്പോൾ അത്രയും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ കൂടെ വേണം പഠിക്കണമെങ്കിൽ. ഇത് ഈ റീസൺ എന്താണ്, അസേർഷൻ എന്താണെന്ന് മനസ്സിലാവണം. ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കാം, പക്ഷേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല അതും. അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെ ആയിരിക്കണം ആറ്. എന്നാലാണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷനും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഹിയർ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ അസേർഷൻസ് ആൻഡ് റീസൺസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ കാഷ്വലി വായിക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കണം. ഒരു ചെറിയ അശ്രദ്ധ പോലും നമുക്ക് ആ ആൻസർ നമ്മൾക്ക് തെറ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ യു മസ്റ്റ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഇങ്ങനെ ആ ഒരു തിങ്കിങ് ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. ദെൻ 18th question. What do the lions symbolize in the Old Man and Sea? ഓൾഡ് മാൻ ആൻഡ് സീൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ക്യാരക്ടർലിസ്റ്റ് ഡീറ്റെയിൽ സമ്മറി വായിക്കണം. അതേപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾഡ് മാൻ ആൻഡ് സീ ആ ഒരു വർക്കിൽ ലയൺസ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? സാന്റിയാഗോ ഉറക്കത്തിൽ ലയൺസിനെ സ്വപ്നം കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ലയൺസ് സിംബലൈസ് ചെയ്യുന്നത് ആളുടെ ആ ഒരു ലോസ്റ്റ് യൂത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ആൾ ഈ ലയൺസിനെ ഡ്രീംസിൽ കാണുന്നത്. സോ ഇറ്റ് സിംബലൈസസ് ഹിസ് ലോസ്റ്റ് യൂത്ത്. നമുക്ക് ഈ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ ഇനി അതായിരിക്കുമോ എന്നുള്ളൊരു ചാൻസ് വരും. ബട്ട്
symbol lost youth ആണ്. Lion symbolizes his lost youth. ഹെമിങ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീയിൽ സാന്റിയാഗോ ആണ് ഈ ലയൺസിനെ കുറിച്ച് ഡ്രീം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് നോവൽസ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. വീണ്ടും നമ്മളെ കുറച്ച് പ്രശ്നത്തിലാക്കുന്ന ക്വസ്റ്റ്യനാണ് ക്രോണോളജിക്കൽ ഓർഡർ. കാരണം പലപ്പോഴും നമുക്ക് എല്ലാ വർക്ക്സിൻ്റെയും ഇയേഴ്സൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മൾക്ക് സെറ്റ് എക്സാമോ അല്ലെങ്കിൽ ബാക്കി നെറ്റ് എക്സാമോ ഒന്നും പോലെയല്ല. ഇവിടെ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്, സിലബസിൽ ഇഷ്ടംപോലെ വർക്ക്സ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മളൊന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ 14 മൊഡ്യൂൾസ് ഉണ്ട്. നമ്മൾ 14 മൊഡ്യൂൾസിലെ ആ മെൻഷൻ ചെയ്ത വർക്ക്സിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. അതല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ പെർട്ടിക്കുലർ വർക്കിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ട് വരുന്ന കാണാം. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആ ഇയേഴ്സ് ഓർത്ത് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, ഫോർ എക്സാമ്പിൾ വേസ്റ്റ് ലാൻഡ്, അങ്ങനെ ചില വർക്ക്സിൻ്റെയൊക്കെ ഇയർ മാത്രമല്ല ആ ഡേറ്റ് പോലും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ ഡേറ്റ് പോലും കാണിക്കാറുണ്ട്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിൻ്റെയാണ് ഡേറ്റ് വരെ വെച്ചിട്ട് ചോയ്സ് വരാറ്. സോ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ദ ഓൾഡ് മാൻ ആൻഡ് സീ, മൊബി ഡിക്ക്, ദ സ്കാർലെറ്റ് ലെറ്റർ, ദ ബ്ലൂവസ്റ്റ് ഐ. അപ്പോൾ നമ്മൾ ഒരു ഏജ് വൈസ് തന്നെ പഠിക്കുകയാണെങ്കിൽ തന്നെ, എപ്പോഴും പഠിക്കുമ്പോൾ ഏജ് വൈസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കതൊന്ന് ഓർഡർ ആക്കാൻ പറ്റും. കറക്റ്റ് ഇയർ ഓർമ്മയില്ലെങ്കിലും ഇന്ന ഏജിലാണ് ഇന്ന വർക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരിക ഏതാണ്? സ്കാർലെറ്റ് ലെറ്ററാണ് ഫസ്റ്റ് വരിക. ദെൻ സെക്കൻഡ് വരിക മൊബി ഡിക്കാണ്. ദെൻ തേർഡ് വരിക ഓൾഡ് മാൻ ആൻഡ് സീ. ഫോർത്ത് വൺ ആണ് ബ്ലൂവസ്റ്റ് ഐ. അത് ആ ഒരു ഏജ് വൈസ് നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. Then question number 20. Which of the following critics has most elaborately discussed the concept of imagination? Secondary imagination, primary imagination നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. None other than Samuel Taylor Coleridge. Then 21st question. Who wrote the principle of literary criticism? That is I.A. Richards. None other than I.A. Richards. Principles of literary criticism എഴുതിയിട്ടുള്ളത് I.A. Richards ആണ്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് തിയറി പഠിക്കുമ്പോൾ ആ ഒരു തിയറിറ്റീഷ്യൻസിൻ്റെ ബുക്സ് ഏതാണെന്നുള്ളത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയാലും ശരി, വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും ശരി, തിയറിറ്റീഷ്യൻ്റെ ബുക്സൊക്കെ ഒന്ന് ടൈറ്റിൽസൊക്കെ ഓർത്തിരിക്കണം. നമ്മളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള work ആണെങ്കിൽ you must have a thorough knowledge about it. So we have discussed some questions. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ദാറ്റ് യു മസ്റ്റ് അനലൈസ് യുവർ സെൽഫ്. ഫസ്റ്റ് തിങ് എന്താണ്? ഫസ്റ്റ് തിങ് ഈസ് ഹൗ ടു സ്റ്റഡി. നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡീറ്റെയിൽഡ് സമ്മറി വായിക്കണം, അതേപോലെ ക്യാരക്ടർ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങളൊരു വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു ക്രിട്ടിക്കൽ വ്യൂ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് അസേഷൻ, റീസൺ, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ മെമ്മറി മാത്രമല്ല ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങും കൂടിയാണ്. അതുകൊണ്ട് മിയർലി കുറച്ച് മെമ്മറി മാത്രം ഉള്ളവർക്ക് മാത്രം എക്സാം പാസ്സാവുക എന്ന് പറഞ്ഞ സിനാരിയോ ഇപ്പോൾ ഇല്ല. യു മസ്റ്റ് ഹാവ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓൾസോ. ദെൻ ഡേറ്റ്സ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ദെൻ നമ്മളുടെ എൻട്രിയിലെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ യു ക്യാൻ മേക്ക് എ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എക്സാം ടൈമിൽ ലാസ്റ്റ് ടൈം റിവിഷനിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. So that's all about the question discussion. So if you have any suggestions, if you like this video, you can like our Entri app. Please download our app and enjoy our classes. So thank you all. If you have any suggestion, you can comment in this comment box. Thank you all.